ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആ ഓർമ്മകളെ നിലനിർത്തിക്കൊണ്ട് ആ ബലി ഇന്നും നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഹജ്ജിന് പോകുന്ന ആളുകൾ അവിടെ ഹജ്ജിന് ബലി അർപ്പിക്കുന്നുണ്ട്. ഹജ്ജിന് പോകാത്ത ആളുകൾ ഉളുഹിയ്യത്ത് ആയിട്ട് ആ ബലി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ ഇസ്ലാമിൻ്റെ വലിയ അടയാളങ്ങളാണ്. ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ് ബലിമൃഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ആ ഒരു രീതിയിൽ നമ്മൾ കേവലം ഇവിടെ നമുക്ക് ഇറച്ചി കിട്ടാണ്ടോ, ഇറച്ചി അങ്ങാടിയിൽ കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇറച്ചി തിന്നാൻ കിട്ടാത്തതുകൊണ്ടല്ല നമ്മൾ ബലിയിറക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ ചില ആൾക്കാർ പറയും, എന്താ അപ്പം അങ്ങനെ എല്ലാവരും കൂടി പോത്തിനടുത്ത് ഇപ്പോൾ സ്റ്റെൻഡ് ഇല്ലാത്ത ആൾക്കാരില്ല, എല്ലാവർക്കും ആൻജിയോപ്ലാസ്റ്റിയാണ്, പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ഈ പോത്തും ആടും ഇറക്കുന്നത്, അതൊക്കെ എല്ലാത്തോടത്തേക്ക് കൊടുത്തൂടെ. സഹോദരങ്ങളെ, ബലി എന്നത് നമ്മളിവിടെ ഇറച്ചി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അത് നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമാണ്. അത് നമ്മൾ തന്നെ നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയ കാശ് കൊണ്ട് നമ്മൾ വാങ്ങി ഒരു നമ്മൾ തന്നെ അറുത്തുകൊണ്ട് നമ്മൾ ആ ദീനിൻ്റെ അടയാളത്തെ ജീവിപ്പിക്കുന്നത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹമാണ് എന്ന് അതൊക്കെ ദീനാണ്, ഈമാനാണ്, വിശ്വാസമാണ്. അതെല്ലാം കൂടി അങ്ങനെ കഴിയുന്നവരത് ചെയ്യാൻ വേണം. അത് കുറഞ്ഞ പൈസക്ക് നോർത്ത് ഇന്ത്യക്ക് ഇവിടെ ഒരു പോത്തിനെ വാങ്ങണേ 10,000 റുപ്യ വേണം. അങ്ങോട്ടാകുമ്പോൾ 20,000 റുപ്യ എടുത്തൊരു കന്നിനാണ് നോർത്ത് ഇന്ത്യക്ക് വാങ്ങിക്കൊടുക്കുക വെച്ചിട്ട് നമ്മൾ ഇവിടെ അറക്കാതെ നോർത്ത് ഇന്ത്യക്ക് കൊടുക്കരുത്. ഇവിടെ അറുത്തുങ്ങൾ ഒരു എക്സ്ട്രാ ഒന്ന് നോർത്ത് ഇന്ത്യക്ക് കൊടുക്കണതിന് കുഴപ്പമില്ല. ഇവിടെ വളവന്മാരായി കണ്ട ഇവിടെ കൊടുക്കാതെ കണ്ട. അതുകൊണ്ട് ഇവിടെ തന്നെ നാട്ടിൽ തന്നെ അറക്കാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ആരും പടച്ചോനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറ്റിച്ചാൻ പറ്റില്ല. നമുക്കിവിടെ ആൾക്കാരുടെ മുമ്പിൽ ഇതൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കുക. നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ 50 റുപ്യ ചിലവാക്കാനുള്ള മടി അല്ലെങ്കിൽ പിശുക്കാണെങ്കിൽ അതൊക്കെ പടച്ചോനറിയും. അതിനൊക്കെ വലിയ പണി പടച്ചോൻ അപ്പുറത്ത് തരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദീനായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ.